കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ പ്രത്യേക പാക്കേജുകൾ കൊടുക്കുമ്പോൾ കേരളത്തെ മാത്രം അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ചെലവ് പോലും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം. യഥാർത്ഥത്തിൽ വയനാട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ പറയുന്നതെല്ലാം പച്ചക്കളവാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. ആദ്യം അമിത്ഷാ പാർലമെൻറ്റിൽ ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് നൽകിയ മറുപടി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കാലാവസ്ഥാ ഏജൻസികൾ നടത്തിയ പ്രവചനത്തെ കേരളം ധിക്കരിച്ചു എന്നുള്ളതാണ്, അത് മാനിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ കോറിയുടെ കഥയുമായിട്ട് പരിസ്ഥിതി മന്ത്രി രംഗത്ത് വന്നു. ഇത് രണ്ടും പച്ചക്കളവാണെന്ന് തെളിഞ്ഞു. പ്രധാനമന്ത്രി വന്ന് വാഗ്ദാനം ചെയ്ത ആ പറയുന്ന സഹായം പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പൈസയും അത്തരത്തിലാണോ? പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയല്ലേ കേരള ഗവൺമെൻറ് മുടക്കിയത്? ആ തുക പോലും കേരളത്തിന് നൽകിയിട്ടില്ലല്ലോ. അദ്ദേഹം ആശുപത്രിയിൽ വന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് ആ കുഞ്ഞിൻ്റെ വിരലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ ഉഴുത് ആ ചിത്രങ്ങളൊക്കെ ഈ ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് വലിയ പരസ്യം ഉണ്ടാക്കി. എന്നിട്ട് ഒരു രൂപ പോലും കേരളത്തിൽ നൽകുന്നില്ല. ഇതല്ലേ BJPയുടെ സമീപനം? അത് മാത്രവുമല്ല, ഈ ദുരന്തം സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കേരള ഗവൺമെൻറ് ഇവിടെ നൽകിയിട്ട് ഇല്ല എന്ന് പറഞ്ഞൊരു വിവരം തന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നവംബർ 27 ആഭ്യന്തരമന്ത്രി നൽകിയ 7 പേജ് വരുന്ന മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളം ഓരോ ഘട്ടത്തിലും നൽകിയിട്ടുള്ള നിവേദനത്തിൻ്റെ ഹർജിയുടെ വിശദാംശങ്ങൾ. അപ്പോഴൊന്നുമില്ലാത്തതാണ് ഇപ്പോൾ പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ DNA ടെസ്റ്റിന് പോലും, അത് ശവശരീരങ്ങളുടെ ടെസ്റ്റിന് പോലും കേന്ദ്രം തുക ചോദിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്? കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ചെലവും ഇവർ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചു മേടിക്കുകയാണ്. പ്രളയകാലത്ത് നമുക്ക് സൗജന്യ അരി തരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ടാക്കിയ ശേഷം ആ സൗജന്യ അരിയുടെ വില ഇവർ പിടിച്ചു മേടിച്ചു. അതായത് ഒരു കണക്കിന് ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനിയായിരുന്ന ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കേരളത്തെ ഒരു കോളനിയേക്കാൾ മ്ലേച്ഛമായ ഒരു സ്ഥിതിയിലാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? തിങ്കളാഴ്ച ഞങ്ങൾ വീണ്ടും ആലോചിക്കുന്നുണ്ട്. എല്ലാ MP-മാരും എന്തായാലും ഇന്ന് വളരെ കൃത്യമായിട്ടൊരു സന്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേരളം ഒന്നാണ്, ഒറ്റക്കെട്ടാണ്, ഐക്യത്തോടു കൂടി തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പ്രക്ഷോഭം ചെലുത്തുമെന്നുള്ളത്. 2 BJP മന്ത്രിമാർ ഇതിൻ്റെ കേരളത്തിൽ നിന്നുണ്ടല്ലോ, എന്തായിരിക്കും അവരെയും കൂടി യോജിപ്പിക്കുമോ? ഒരു BJP MP കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ MP അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ MP വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള BJPയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും